സഖാക്കളെ, തലമുറയെ പിഴപ്പിച്ച പാപികളെന്ന് നാളെ ചരിത്രം നിങ്ങളെ വിളിക്കും. 1300 കോടി രൂപക്കല്ല ഇത്, ഞങ്ങൾക്കറിയാം. 1.25 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റുള്ള ഒരു നാട്ടില് 1300 കോടിക്കല്ല നിങ്ങൾ ഇത് ചെയ്തത്. തോമസ് ഐസക് പറഞ്ഞു NEP വരില്ല. ഐസക്കിനോട് സകല ബഹുമാനം വെച്ച് ഞാൻ ചോദിക്കട്ടെ, പിന്നെ PM ശ്രീയുടെ കരിക്കുലം എന്താണ്? സിലബസ് എന്താണ്? കേരള പാഠാവലിയാണോ? NEP ആണ്. NEP എന്നത് NEPയുടെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് PM ശ്രീ, സംശയമില്ല. അതാണ് കരിക്കുലം. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 2000-ൽ NEP വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ പൊളിറ്റ് ബ്യൂറോയുടെ ഒരു ഡയലോഗ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും. എന്താ പറഞ്ഞറിയോ? ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ. നിങ്ങളുടെ വാക്കാണ്. പിന്നെ ഈ ശിവൻകുട്ടിക്ക്, അദ്ദേഹത്തിന് പോഴത്തം കൂടുതലാണെങ്കിലും വിവരം വളരെ കുറവായതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ സത്യസന്ധമായി സംസാരിച്ചോളും. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാല് NEP മാറി എന്നല്ല, എൻ്റെ അഭിപ്രായം മാറ്റിയെന്നാണ്. വളരെ സത്യസന്ധമായ സ്റ്റേറ്റ്മെന്റ് ആണ്. NEP മാറിയെന്ന് മൂപ്പർക്ക് അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റി. എന്താ മാറ്റിയത്? BJPക്ക് അനുകൂലമായി മാറ്റി. അതുകൊണ്ട് ABVP അഭിവാദ്യം ചെയ്തു. SFI വന്നില്ല, AISF വന്നില്ല, MSF വന്നില്ല, KSU വന്നില്ല, ABVP വന്നു. രണ്ടാമത് ശിവൻകുട്ടി പറഞ്ഞ കേസ് എന്താ? ഞങ്ങൾ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നതാണ്. ഞങ്ങൾ ഇതിൽ ഒപ്പിട്ടത് കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ്. അല്ല, പിണറായിയുടെ 2 കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് വസ്തുതാപരമാണ്. വേറെ ഒരു രാഷ്ട്രീയം ഇതിനകത്തില്ല. പിണറായിയുടെ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതിനു വേണ്ടി മാത്രമാണ്.